ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മിയാനി കിച്ചൻ. ഇന്ന് ഞാനൊരു ഓംലെറ്റിൻ്റെ റെസിപ്പിയാണ് കാണിച്ചു തരാൻ പോകുന്നത്. ഓംലെറ്റ് എന്ന് പറയുമ്പോൾ അത്ര നിസ്സാരമായിട്ടൊന്നും എടുക്കണ്ട. ഓംലെറ്റ് ഇപ്പോൾ എല്ലാവർക്കും ഉണ്ടാക്കാൻ അറിയുന്നതല്ല എന്നൊക്കെ വിചാരിക്കണ്ട. ഇതൊരു നമ്മുടെ ഫേമസ് പേഴ്സണാലിറ്റിയുടെ ഓംലെറ്റിൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ ഇത് ഒത്തിരി വൈറലൊക്കെ ആയ സംഭവമാണ്. നിങ്ങൾക്ക് ഏകദേശം പിടിയിട്ട് കാണും. എന്നാലും വീഡിയോ ഫുള്ളായിട്ട് കാണുക കേട്ടോ. ഞാൻ വീഡിയോയുടെ എൻഡ് ആകുമ്പോൾ പറയാം ഇതാരുടെ റെസിപ്പിയാണെന്ന്. അപ്പോൾ നമുക്ക് ഈ ഓംലെറ്റ് തയ്യാറാക്കി എടുക്കാൻ നോക്കാം. ഞാനൊരു പച്ചമുളക് ചെറുതായി അരിഞ്ഞിട്ടുണ്ട്. ഒരു തണ്ട് കറിവേപ്പില ചെറുതായി അരിഞ്ഞു. ഇതൊരു 10 ചെറിയ ഉള്ളിയുണ്ട്, അത് ചെറുതായി അരിഞ്ഞത്. ഇതെല്ലാം കൂടെ നമുക്കൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. നല്ല ടേസ്റ്റിയാണ് കേട്ടോ ഈ ഓംലെറ്റ്. സാധാരണ ഓംലെറ്റിനെക്കാട്ടിലും വേറിട്ട രീതിയിൽ ഉണ്ടാക്കുന്ന ഒരു ഓംലെറ്റാണ്. നല്ല ടേസ്റ്റിയാണ്, എന്നാൽ ഹെൽത്തിയാണ്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. വളരെ കുറച്ച് ചേർത്താൽ മതി, കാരണം നമ്മളിതിലേക്ക് ബട്ടർ ആഡ് ചെയ്യുന്നുണ്ട്. ബട്ടറിൽ സോൾട്ടഡ് ബട്ടർ ആണെങ്കിൽ ഉപ്പ് കുറച്ചിട്ടാൽ മതി. അൺസോൾട്ടഡ് ബട്ടർ ആണെങ്കിൽ ഉപ്പ് അതിനനുസരിച്ച് ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ ഉപ്പിട്ടിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് ബട്ടർ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഏകദേശം 1 സ്പൂണോളം ബട്ടർ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് തേങ്ങാപ്പാൽ ഒഴിച്ച് കൊടുക്കാം. നല്ല കട്ടിയുള്ള തേങ്ങാപ്പാലാണ്. ഇതൊരു 3 സ്പൂണുണ്ട്. അത് നമുക്കിതിലേക്ക് ഒഴിച്ച് കൊടുക്കാം, നല്ല കട്ടി തേങ്ങാപ്പാൽ. ഇനി ഇതിലേക്ക് നമുക്ക് 2 മുട്ട പൊട്ടിച്ചൊഴിക്കാം. ഇത് നല്ലതുപോലെ നമുക്ക് ഒന്ന് അടിച്ചെടുക്കാം. ബട്ടറും തേങ്ങാപ്പാലും മുട്ടയും ഉള്ളിയും പച്ചമുളക് കറിവേപ്പില ഉപ്പ്, ഇതിൽ കുരുമുളകൊന്നും ഇടില്ല കേട്ടോ. ഇതെല്ലാം കൂടെ നമുക്ക് നല്ലതുപോലെ ഒന്ന് അടിച്ച് മിക്സ് ചെയ്ത് കൊണ്ടുവരാം. നമ്മളിതെല്ലാം കൂടെ അടിച്ചെടുത്തിട്ടുണ്ട്. ബട്ടർ കുറച്ച് നേരത്തെ ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത് പുറത്ത് വെക്കുകയാണെങ്കിൽ പെട്ടെന്ന് നമുക്ക് അടിച്ചെടുക്കാൻ പറ്റും. അല്ലെങ്കിൽ ബട്ടർ ഒന്ന് മെൽട്ടായി വരാൻ വേണ്ടി കുറച്ച് സമയം എടുക്കും. അപ്പോൾ ഇതെല്ലാം കൂടെ നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഓംലെറ്റ് തയ്യാറാക്കിയെടുക്കാം. ഓംലെറ്റ് തയ്യാറാക്കാനായിട്ട് ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് 2-3 സ്പൂണ് വെള്ളം ഒഴിച്ച് കൊടുക്കാം. അത്ര മതി. അപ്പോൾ വെള്ളം നല്ല ചൂടായ പാനിലേക്കാണ് വെള്ളം ഒഴിച്ച് കൊടുത്തത്. അപ്പം വെള്ളം തിളച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്കൊരു വാഴയില വെച്ച് കൊടുക്കാം. വാഴയില വെച്ചിട്ടുണ്ട്. ഇനി വാഴയിലയിൽ നമുക്ക് കുറച്ച് ബട്ടർ തേച്ച് കൊടുക്കാം. ഇത് ലോ ഫ്ലെയിമിൽ വേണം നമുക്കിത് വേവിച്ചെടുക്കാനായിട്ട്. അപ്പോൾ ഇലയൊക്കെ ചൂടായി. നമുക്കിനി ഇതിലേക്ക് നമ്മൾ അടിച്ചു വെച്ചിരിക്കുന്ന മുട്ട ഒഴിച്ചു കൊടുക്കാം. ഇപ്പോൾ തവയിലുള്ള വെള്ളത്തിലേക്ക് വീഴാൻ പാടില്ല. ഈ ഇലയിൽ തന്നെ കിടക്കുന്ന രീതിയിൽ വേണം ഒഴിച്ചു കൊടുക്കാൻ. ഇനി നമുക്കിതൊന്ന് അടച്ച് വെക്കാം. ഒരു 5 മിനിറ്റ് അടച്ച് വെക്കാം. ഇത് വളരെ ലോ ഫ്ലെയിമിൽ വേണം കുക്ക് ചെയ്തെടുക്കാനായിട്ട്. നമുക്കൊന്ന് തുറന്ന് നോക്കാം. ഏകദേശമൊക്കെ വെന്ത് വരുന്നുണ്ട്. ഇനി നമുക്കിതിൻ്റെ മുകളിലേക്ക് വേറെ ഒരു ഇല ഇതുപോലെ വെച്ച് കൊടുക്കാം. അപ്പം നമ്മുടെ ഓംലെറ്റിൻ്റെ ഒരു നല്ല മണവും ടേസ്റ്റും ഒക്കെ കിട്ടാൻ വേണ്ടിയിട്ടാണ് വാഴയിലയുടെ. ഇനി നമുക്ക് വീണ്ടും അടച്ച് വെക്കാം. ഒരു 2 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമുക്കൊന്നുകൂടെ തുറന്ന് നോക്കാം. ഇനി നമുക്കിതൊന്ന് മറിച്ചിടാം. മറിച്ചിടുമ്പോൾ സൂക്ഷിക്കണേ. നമുക്ക് ഈ പ്ലേറ്റിലേക്ക് മാറ്റിയിട്ട് മറിച്ചിടാം. വളരെ കഷ്ടപ്പെട്ട് ഞാനൊന്ന് മറിച്ചിട്ടിട്ടുണ്ട്. ഇനി നമുക്കൊരു 2 മിനിറ്റ് കൂടെ അടച്ചു വെക്കാം. ഇപ്പം നമ്മുടെ ഓംലെറ്റൊക്കെ വെന്ത് പാകമായിട്ടുണ്ട്. നമുക്ക് സെർവ് ചെയ്യാം. കണ്ട ഇലയൊക്കെ വാടി നല്ല സൂപ്പർ മണമൊക്കെ ആയിട്ടുണ്ട്. നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. നമുക്ക് തുറന്ന് നോക്കാം. മുകൾ വശത്ത് വെച്ചിരിക്കുന്ന ഇല എടുത്ത് മാറ്റാം. എന്തൊരു മണമെന്നറിയാൻ വരുന്നത്, സൂപ്പർ. അപ്പോൾ ഈ വൈറൽ ഓംലെറ്റിൻ്റെ റെസിപ്പി എല്ലാവരും റെഡിയാക്കി നോക്കണേ. നല്ല ടേസ്റ്റാണ് കേട്ടോ. നല്ല ടേസ്റ്റും നല്ല മണവും.
ഇത് ആരുടെ റെസിപ്പിയാണെന്ന് ഞാൻ ഇതുവരെ പറഞ്ഞില്ലല്ലോ. നിങ്ങൾക്ക് ഏകദേശം മനസ്സിലായി കാണും. നമ്മുടെ ലോകം അറിയപ്പെടുന്ന ഒരു മഹാനടൻ്റെ റെസിപ്പിയാണിത്. അപ്പം തയ്യാറാക്കി നോക്കണം കേട്ടോ. എന്നിട്ട് ഇതിൻ്റെ ടേസ്റ്റ് അറിഞ്ഞിട്ട് നിങ്ങൾ പറയേ. മറ്റൊരു സിമ്പിൾ റെസിപ്പിയുമായി നമുക്ക് മിയാനി കിച്ചണിൽ വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ് ദ വീഡിയോ.